ഹലോ ഗൈസ്, വെൽക്കം ടു വൺസ്. സോ ലെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അതായത് ലെറ്റ് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സിലബസ്, അതായത് സിലബസ് ഡിസ്കഷൻ. അപ്പോൾ മെയിൻലി നമുക്ക് വരുന്ന സബ്ജക്റ്റിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആണ് ബേസിക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ സിലബസിൽ ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് ഒരു 6 മൊഡ്യൂളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ബേസിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ പറഞ്ഞു, സിലബസിൽ ഇത് ടോട്ടലി 6 മൊഡ്യൂൾസ് ആണ്. ഇനീഷ്യൽ 1, 2, 3 ഫസ്റ്റ് 3 മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ദെൻ മൊഡ്യൂൾ 4, 5, 6 എന്ന് പറയുന്നതാണ് നമ്മുടെ ബേസിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. സോ അതിൽ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ മൊഡ്യൂൾ 4 ഇൻട്രൊഡക്ഷൻ ടു സെമി കണ്ടക്ടർ ഡിവൈസസ്, അതായത് നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ ഇവല്യൂഷൻ ആണ് നമുക്ക് ഇനീഷ്യലി പഠിക്കാനുള്ളത്. അതായത് വാക്വം ട്യൂബ് തൊട്ട് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന നാനോ ഇലക്ട്രോണിക്സ് വരെയുള്ള ഒരു ഇവല്യൂഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ സർക്യൂട്ട് കമ്പോണൻസ്, നമ്മൾ ഏത് സർക്യൂട്ട് എടുത്താലും നോർമലി യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ആയിട്ടുള്ള റെസിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ കപ്പാസിറ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, RLC. അപ്പോൾ ഈ 3 കമ്പോണൻസിന്റെയും കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് അതിന്റെ ഈ 3 കമ്പോണൻസിന്റെയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, കപ്പാസിറ്റേഴ്സ്, അതിന്റെ സ്പെസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂസ്, നമ്മൾ സർക്യൂട്ട്സിലൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് വാല്യൂസ്, അതിന്റെ കളർ കോഡിങ്. ഇപ്പോൾ റെസിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ കളർ കോഡിങ് വെച്ചിട്ട് എങ്ങനെ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആണ് ബേസിക്കലി ഇനീഷ്യൽ സെക്ഷനിൽ വരുന്നത്. ദെൻ PN ജംഗ്ഷൻ ഡയോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു 2 ടെർമിനൽ ഡിവൈസ് ആണെന്ന് നമുക്കറിയാം. സോ ആ ഡയോഡിന്റെ ഫോർമേഷൻ വരുന്നുണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, അതുപോലെ തന്നെ അതിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ ഡയോഡ് റിവേഴ്സ് ബയസിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാവുന്ന അവലാഞ്ച് ബ്രേക്ക് ഡൗൺ, ആ ബ്രേക്ക് ഡൗൺ മെക്കാനിസം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും സെനർ വോൾട്ടേജ് എന്താണെന്നുള്ളതൊക്കെയാണ് നമുക്ക് മെയിൻലി നമ്മുടെ PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത്. പിന്നെ വരുന്നൊരു സെക്ഷൻ എന്ന് പറയുന്നത് BJT ആണ്, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. സോ BJT യെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ നമുക്ക് 2 ടൈപ്പ് BJT ആണ് ഉള്ളത്. NPN ഉണ്ട്, PNP. 2 സ്ട്രക്ചർ, NPN സ്ട്രക്ചറും PNP സ്ട്രക്ചറും. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, എങ്ങനെയാണ് അതിന്റെ BJTയുടെ ഓപ്പറേഷൻ വരുന്നത്. ദെൻ കറണ്ട് ഗെയിൻ, 3 കോൺഫിഗറേഷൻസ് ഉണ്ട്. കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ. അപ്പൊ ഈ 3 മോഡിലും വരുന്ന കറന്റ് ഗെയിൻ, അതായത് കോമൺ ബേസ് ആണെങ്കിൽ ആൽഫ, കോമൺ എമിറ്റർ ആണെന്നുണ്ടെങ്കിൽ ബീറ്റ, കോമൺ കളക്ടർ ആണെന്നുണ്ടെങ്കിൽ ഗാമ. അപ്പൊ ഈ ആൽഫ, ബീറ്റ, ഗാമ, ഈ 3 കറന്റ് ഗെയിൻസ് തമ്മിലുള്ള റിലേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ റിലേഷൻ ബിറ്റ്വീൻ കറന്റ് ഗെയിൻസ് ഇൻ കോമൺ എമിറ്റർ, കോമൺ ബേസ് ആൻഡ് കോമൺ കളക്ടർ. അപ്പൊ ഈ 3 കോൺഫിഗറേഷൻസിന്റെ കറന്റ് ഗെയിൻ തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, അതുപോലെ തന്നെ വരുന്ന ഒന്നാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമൺ എമിറ്റർ. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കോൺഫിഗറേഷൻ ആണ് കോമൺ എമിറ്റർ. അതിന്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ഇൻപുട്ട് VI ക്യാര, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, ഔട്ട്പുട്ട് ക്യാര. ഇത് രണ്ടും അതിന്റെ ഗ്രാഫ് കാര്യങ്ങൾ, എന്തുകൊണ്ട് ആ ഗ്രാഫ് അങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. സോ ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്. ഇനി മൊഡ്യൂൾ 5 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ബേസിക് ഇലക്ട്രോണിക് സർക്യൂട്ട്സും പിന്നെ ഇൻസ്ട്രുമെന്റേഷൻ സെക്ഷനുമാണ് വരുന്നത്. മെയിൻലി വരുന്നത് ബേസിക് ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന പവർ സപ്ലൈ യൂണിറ്റ്, അതിൽ വരുന്ന ഡിഫറെന്റ് കമ്പോണൻസ്, അതായത് റെക്ടിഫയർ വരുന്നുണ്ട്, ഫിൽട്ടർ വരുന്നുണ്ട്, വോൾട്ടേജ് റെഗുലേറ്റർ വരുന്നുണ്ട്. സോ ഇതിന്റെയൊക്കെ ഒരു സർക്യൂട്ട് ഡയഗ്രാം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ റെക്ടിഫയേഴ്സ് ആൻഡ് പവർ സപ്ലൈസ് ഒരു പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. റെക്ടിഫയേഴ്സ് അതിന്റെ എന്തിനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെക്ടിഫയർ, അതായത് നമ്മൾ AC-യെ DC ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് റെക്ടിഫയേഴ്സ്, അതായത് പൾസേറ്റിംഗ് DC ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെക്ടിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ റെക്ടിഫയേഴ്സിന്റെ ഔട്ട്പുട്ടിൽ നമ്മൾ ഫിൽട്ടർ, വോൾട്ടേജ് റെഗുലേറ്റർ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം പവർ സപ്ലൈ. സോ നമ്മൾ യൂസ് ചെയ്യുന്ന പവർ സപ്ലൈ യൂണിറ്റ്, അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം പഠിക്കാനുണ്ട്. സോ ബ്ലോക്ക് ഡയഗ്രാം ഡിസ്ക്രിപ്ഷൻ ഓഫ് എ DC പവർ സപ്ലൈ. സോ ഡിഫറെന്റ് ബ്ലോക്സ്, റെക്ടിഫയർ, ഫിൽട്ടർ, വോൾട്ടേജ് റെഗുലേറ്റർ, IC കാര്യങ്ങളൊക്കെ വരുന്ന അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം പഠിക്കാനുണ്ട്. ദെൻ ഫുൾ വേവ് റെക്ടിഫയർ, നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന റെക്ടിഫയർ ഫുൾ വേവ് ആണ്. അതിൽ തന്നെ സെന്റർ ടാപ്ഡും ഉണ്ട്, ബ്രിഡ്ജും ഉണ്ട്. സോ നമുക്ക് മെയിൻലി ഡിസ്കസ് ചെയ്യാനുള്ളത് ബ്രിഡ്ജിനെ കുറിച്ചാണ്. സോ വർക്കിംഗ് ഓഫ് എ
ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ, ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള കേസും പഠിക്കാനുണ്ട്. ദെൻ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഫിൽറ്ററിലേക്കാണ് കൊടുക്കുന്നത്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫിൽറ്റർ നോർമലി ഏതാണ്? കപ്പാസിറ്റർ ഫിൽറ്റർ ആണ്. അതിന്റെ അനാലിസിസ് ഒന്നും വേണ്ട, എങ്ങനെയാണ് ആ ഫിൽറ്ററിങ് ആക്ഷൻ നടക്കുന്നത്, റിപ്പിൾസിനെ നമ്മൾ എങ്ങനെ റിമൂവ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ വർക്കിംഗ് ഓഫ് സിമ്പിൾ സെനർ വോൾട്ടേജ് റെഗുലേറ്റർ. നമുക്കറിയാം സെനർ ഡയോഡ് റിവേഴ്സ് ബയസിൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്ന സമയത്ത്, അതായത് സെനർ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ആക്ട് ആസ് വോൾട്ടേജ് റെഗുലേറ്റർ. സോ ഒരു സിമ്പിൾ വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ആക്ഷൻ, നമ്മൾ ഫിൽറ്റർ കഴിഞ്ഞാൽ വരുന്ന കമ്പോണന്റ് ആയിട്ടുള്ള വോൾട്ടേജ് റെഗുലേറ്റർ ബൈ യൂസിങ് സെനർ ഡയോഡിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതും പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഡയോഡ് വെച്ചിട്ടുള്ളത് വരുന്നത്. പിന്നെ BJTയുടെ ആപ്ലിക്കേഷൻ ആണ് വരുന്നത്, അതായത് ആംപ്ലിഫയർ, അതായത് നമ്മളെ വീക്ക് സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്ത് സ്ട്രോങ് സിഗ്നലായി കൺവേർട്ട് ചെയ്യുന്ന സർക്യൂട്ടാണ് നമ്മുടെ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ആംപ്ലിഫയറിനെ കുറിച്ചാണ് പിന്നെ പഠിക്കാനുള്ളത്. സോ അതിൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന മൈക്രോഫോൺ ടു നമ്മുടെ ലൗഡ് സ്പീക്കർ, അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ വരുന്ന പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം. സോ നമ്മൾ ഇൻപുട്ട് സൈഡിൽ നമ്മളെ ട്രാൻസ്ഡ്യൂസർ ആയിട്ടുള്ള മൈക്രോഫോൺ യൂസ് ചെയ്യുന്നു. സോ നമ്മളെ സൗണ്ട് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ഇലക്ട്രിക്കൽ എനർജിയെ ആംപ്ലിഫയർ വെച്ച് ആംപ്ലിഫൈ ചെയ്യുന്നു. ആ ആംപ്ലിഫൈ ചെയ്ത സിഗ്നലാണ് നമ്മൾ ലൗഡ് സ്പീക്കറിലേക്ക് കൊടുക്കുന്നത്. ലൗഡ് സ്പീക്കർ തിരിച്ച് ഇലക്ട്രിക്കൽ എനർജിയെ എന്ത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു? സൗണ്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ആ ഒരു പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് വർക്കിംഗ് ഓഫ് കോമൺ എമിറ്റർ RC കപ്പിൾഡ് ആംപ്ലിഫയർ, അതായത് RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം, അതെങ്ങനെ ആംപ്ലിഫിക്കേഷൻ നടത്തുന്നു എന്നുള്ള കാര്യങ്ങളുമാണ് പഠിക്കാനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ്, അതായത് X ആക്സിസിൽ നമ്മൾ ഫ്രീക്വൻസിയും Y ആക്സിസിൽ നമ്മൾ ഗെയിനും എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാഫ് കിട്ടും. ആ ഗ്രാഫിൽ നിന്നാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഫ്രീക്വൻസി റെസ്പോൺസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ആംപ്ലിഫയറിൽ നോർമലി യൂസ് ചെയ്യുന്ന ഒരു ബയാസിംഗ് ആണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ്. നമ്മുടെ ക്യൂ പോയിന്റ് പ്രോപ്പറായിട്ട് സ്റ്റേബിൾ ആയിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ബയാസിംഗ് ആണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ്. സോ അതിൻ്റെ ഒരു കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. സോ എങ്ങനെയാണ് ക്യൂ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ആ ഒരു സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാണ് നമ്മൾ ആ VTH കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ RTH കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ VCE, IC, അതാണ് ബേസിക്കലി ക്യൂ പോയിന്റ്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഈ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, അതിന്റെ ഫോർമുലാസ് കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. ഇത്രയാണ് നമ്മുടെ ബേസിക് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത്. ദെൻ ഇൻസ്ട്രുമെന്റേഷൻ സെക്ഷൻ ആണ്. സോ ചെറിയൊരു സെക്ഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷനിൽ അതിന്റെ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം, അതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രവും വർക്കിങ്ങും കാര്യങ്ങളുമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് മൊഡ്യൂൾ 5 വരുന്നത്. ദെൻ ലാസ്റ്റ് ആണ് നമ്മുടെ മൊഡ്യൂൾ 6. മൊഡ്യൂൾ 6 എന്താണ്? കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ് വരുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, AM, FM, അതിൻ്റെയൊക്കെ ഒരു വർക്കിംഗ് കാര്യങ്ങളാണ് വരുന്നത്. സോ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പോഴത്തെ 5G, ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന 5Gയിലേക്കുള്ള 5th ജനറേഷനിലേക്കുള്ള ഒരു ഇവല്യൂഷനെ കുറിച്ച്, അതായത് ടെലിഗ്രാഫി ടു 5G, ആ ഒരു ഇവല്യൂഷനെ കുറിച്ച് പഠിക്കാണ്ട്. ദെൻ റേഡിയോ കമ്മ്യൂണിക്കേഷനിലാണ് നമ്മുടെ AM, FM ഒക്കെ വരുന്നത്. സോ റേഡിയോ കമ്മ്യൂണിക്കേഷനിൽ AM-ന്റെയും FM-ന്റെയും പ്രിൻസിപ്പിൾ ഓഫ് AM, FM, നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി ബാൻഡ്സ് ഏതൊക്കെയാണ്. സോ ഫ്രീക്വൻസി ബാൻഡ്സ് യൂസ്ഡ് ഫോർ വേരിയസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. സോ AM, FM ആയാൽ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്താണ്, മോഡുലേഷൻ ഇൻഡെക്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് AM, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് FM, അങ്ങനെ വരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ, അതായത് AM ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മൾ റിസീവർ പോയിന്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ അയച്ച മെസ്സേജിനെ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഡിമോഡുലേറ്റ് ചെയ്തെടുക്കണം. സോ നമ്മളൊരു റിസീവർ യൂസ് ചെയ്യും. സോ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു AM റിസീവറാണ് സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ. നമ്മളൊരു മിക്സറൊക്കെ അവിടെ യൂസ് ചെയ്യും. ഒരു ലോക്കൽ ഓസിലേറ്ററും നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിമോഡുലേറ്റ് ചെയ്ത് നമ്മുടെ മെസ്സേജ് സിഗ്നൽ ഔട്ട്പുട്ടിൽ എടുക്കുന്നത്. സോ ആ ഒരു സൂപ്പർ ഹെട്രോഡൈൻ റിസീവറിന്റെ ബ്ലോക്ക് ഡയഗ്രാം വർക്കിങ്ങും കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമ്പോണന്റ് ആണ് ആന്റിന. സോ പ്രിൻസിപ്പിൾ ഓഫ് ആന്റിന. സോ എങ്ങനെയാണ് ആന്റിന
വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, എങ്ങനെയാണ് അത് റേഡിയേറ്റ് ചെയ്യുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ ഒരു ആൻറ്റിന എങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് റേഡിയേഷൻ ഫ്രം ആക്സിലറേറ്റഡ് ചാർജ്. അതായത് ഒരു ആക്സിലറേറ്റഡ് ചാർജ് ആണ് ആക്ച്വലി നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത്. സോ വേരിയിങ് ഇലക്ട്രിക് ഫീൽഡും വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡും ഒരു ആക്സിലറേറ്റഡ് ചാർജിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് വി ക്യാൻ പ്രൊഡ്യൂസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. സോ ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഒരു പ്രൊഡക്ഷൻ എങ്ങനെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതായത് GSM, ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. സോ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ ടവറിനെ കുറിച്ചും അതുപോലെ തന്നെ സെൽസ് എന്താണ്, അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത്, സോ ആ കാര്യങ്ങളൊക്കെ, ഫ്രീക്വൻസി റീയൂസ് അങ്ങനത്തെ ടേംസ് ഒക്കെ വരുന്നുണ്ട്. സോ പ്രിൻസിപ്പിൾസ് ഓഫ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ. ദെൻ പ്രിൻസിപ്പിൾ ആൻഡ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് GSMൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, ഡിഫറെൻറ്റ് ബ്ലോക്സ് കാര്യങ്ങളൊക്കെ ആണ് ആ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. സോ ഇത്രയാണ് ബേസിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ സിലബസ്. സോ 3 മൊഡ്യൂളായിട്ടാണ് നമുക്ക് ഈ ഒരു സിലബസിൽ ടോപ്പിക്സ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അടുത്ത സെഷനിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ, താങ്ക് യു.